സ്വർണമുദ്രയും പ്രശസ്തി പത്രവും മൊമെന്റവും നൽകാൻ അഡ്വക്കേറ്റ് വി ഗീത അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രശസ്തി പത്രം ശ്രീ വാവ സുരേഷ്, നാഗപാശബന്ധിത മനുജ കുലോത്തമൻ, ആവാസ വ്യവസ്ഥയ്ക്കു കാവലാൾ, ഭുജംഗമത്തോഴൻ, ബാന്ധവൻ, മനുഷ്യരുടെ ഉരകഭയ നിവാരകൻ, പാമ്പിൻ ദംശനങ്ങളെ പുരസ്കാരങ്ങളായി കണ്ട കർമ്മധീരൻ വെറും ക്ഷണിക്കുന്നു. അടുത്ത പുരസ്കാരങ്ങൾ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വളരെ സന്തോഷം. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പാമ്പ് പിടുത്തക്കാരുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്ത് എന്നെ കണ്ടപ്പെട്ടതൊരു തമിഴ്നാട്ട് തോന്നും കേട്ടോ. തമിഴിൽ നല്ല മലയാളിയാണ്. തിരുവനന്തപുരം ശ്രീകാര്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. അമ്മയും അച്ഛനും അനിയത്തിയും 2 ചേട്ടന്മാരും അടങ്ങുന്നതാണ് കുടുംബം. അപ്പോൾ ഇന്നലെ നിങ്ങൾ ഈ പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റുന്ന ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ കർണാടകത്തിലായിരുന്നു. അവിടുന്ന് വരുന്ന വഴിയാണ് സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞ നാഗക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ കുട്ടിയുടെ പിറന്നാൾ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ 2 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. ആദ്യത്തെ ഒരു കാറിൽ 3.5 മണിക്കൂർ കാസർഗോഡെത്തി. അവിടുന്ന് 2 മണിക്കൂർ 40 മിനിറ്റ് കണ്ണൂരെത്തി. അവിടുന്ന് 2 മണിക്കൂർ 20 മിനിറ്റ് തൃശ്ശൂരെത്തി, കോഴിക്കോടെത്തി. ആ കോഴിക്കോട് നിന്ന് പിന്നെ തൃശ്ശൂർ വന്നു. അവിടെ നിന്ന് പെട്ടെന്നൊരു ഓട്ടോ പിടിച്ച് നിങ്ങളുടെ പാലിയേക്കര ആ ടോളിൻ്റെ ഇപ്പുറത്ത് വന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് നേരെ ഇങ്ങോട്ട് പോകും. അപ്പം ഞാൻ ആകപ്പെടെ ടെൻഷനായിരുന്നു, എത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇദ്ദേഹം ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ എന്നെ ഒരു 100 പ്രാവശ്യം വിളിച്ച് സുരേഷ് ഇങ്ങനെയാണ് എത്തുമല്ലോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എന്നെപ്പോലുള്ളവർക്കൊക്കെ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ട് കാണുന്നത്. ഷോളാണെങ്കിൽ പോലും ഞാനത് വലിയൊരു സംഭവമായിട്ട് കാണുന്ന ഒരാളാണ്. സാധാരണക്കാരനായി ജനിച്ചു, സാധാരണക്കാരനായി ജീവിച്ച്, സാധാരണക്കാരനായി യാത്രയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ അങ്ങനെ പാലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതിലുപരി സാറ് പറഞ്ഞു 11,000-11,000-11,000-ത്തിലേറെ അവാർഡുകൾ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതുപോലെ ദുബായിയുടെയും അതുപോലെ എന്താ പറയുക കുവൈറ്റിൻ്റെയും ഒക്കെ അവാർഡുകൾ വാങ്ങാൻ പറ്റി. പക്ഷേ പോയി വാങ്ങാൻ പറ്റിയില്ല. അവരിവിടെ എനിക്ക് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് അവരിവിടെ വന്ന് തന്നെ ആദരിച്ചു. അപ്പോൾ വീടിനിപ്പം അവാർഡ് വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അവാർഡെല്ലാം കൂടി പ്രധാനപ്പെട്ട ഇതുപോലുള്ള അവാർഡുകൾ ഒഴിച്ചു വെച്ച് ബാക്കിയുള്ള ചെറിയ മെമൻറ്റോസ് എല്ലാം കൂടി വിറ്റാൽ, ഹോൾസെയിൽ കടക്കാർക്ക് കൊടുത്താൽ അതിൽ നിന്നൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് വെച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യും. കാരണം ഞാൻ മരണപ്പെട്ടു പോയാൽ ഇതൊക്കെ ആര് കൈകാര്യം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ദ്രവിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അറിയാമല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ദേവാലയം എന്ന് പറയുന്നത് RCC ആണ്, റീജിയണൽ ക്യാൻസർ സെൻ്ററാണ്. ഞാൻ അതിൻ്റെ ചുമതല വഹിക്കുന്നത്. അതിൻ്റെ കനിവ് എന്ന് പറഞ്ഞ സംഘടന പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയത്, 60 പേർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയതാണ് ഞാൻ. ഇന്ന് ഏകദേശം ഞങ്ങൾ 1000-ഓളം പേർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ മൊത്തം ചുമതല വഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ദേവാലയം എന്ന് പറയുന്നത് RCC ആണ്. അങ്ങനെ RCCയിലൊക്കെ വരുന്നവരെന്നെ എന്നെ വന്ന് കണ്ട് സഹകരിച്ച് വിളിച്ച് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നെല്ലാം കടം വാങ്ങി ഞാൻ സഹായങ്ങൾ ചെയ്തു. അങ്ങനെ 3,80,00,000 രൂപയ്ക്ക് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ പല ജില്ലയിലുമുള്ള ആൾക്കാർക്ക് RCC അതുപോലെ മറ്റു പല അസുഖങ്ങളായിട്ട് എനിക്ക് സഹായം ചെയ്യാൻ പറ്റും. 4ഓളം വീടുകൾ കേരളത്തിൽ എനിക്ക് വെച്ചു കൊടുക്കാൻ പറ്റും. ഈ നിൽക്കുന്ന കഷ്ടപ്പാടിനിടയിൽ കൂടി പിന്നെ അവാർഡ് തുകകളെന്ന് പറഞ്ഞാൽ 80 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ഒരു മുട്ടായി വാങ്ങാൻ പോലും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ പോട്ടെ. സത്യം പറഞ്ഞാൽ നമുക്ക് ഹൈന്ദവർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അമ്പലവിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഞാൻ ക്ഷേത്രത്തിൽ അടിയുറച്ച് ആരാധനകളെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ചില ഗ്രൂപ്പുകളിൽ പാമ്പിനെ കുറിച്ച് പാമ്പ് ദൈവമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു വലിയ വിമർശനങ്ങളുണ്ടാകും. വിമർശനങ്ങളെയൊന്നും ഞാൻ മൈൻഡ് അല്ല. ഞാൻ നിത്യേന കുളിക്കുന്ന സമയത്ത് ഞാൻ ടവൽ ഉപയോഗിച്ച് ഇങ്ങനെ തല തോർത്താറുണ്ട്. അപ്പോൾ തല തോർത്തുമ്പോൾ ഇങ്ങനെ കുടയുന്ന സമയത്ത് അതിൽ നിന്ന് എൻ്റെ തലയിൽ നിന്ന് കുറേ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകാറുണ്ട്. ആ വിമർശനങ്ങളെയൊക്കെ ഞാൻ അങ്ങനെ മാത്രമേ കാണാറുള്ളൂ. അതിനെതിരെ ഞാനൊന്ന് പ്രതികരിക്കാൻ പോകുന്ന
ഒരാളല്ല. അതിലുപരി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ഈ അമ്മമാർക്ക്, കല്യാണം കഴിയാത്ത നമ്മുടെ സഹോദരിമാർക്കൊക്കെ നല്ല ഭർത്താവിനെ കിട്ടാനായി, നല്ല ഭർത്താക്കന്മാർ നല്ല ആയുസ്സോടെ ഇരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു വർഷത്തിലൊരു ദിവസം മഹാശിവരാത്രിയാണ്. ആ ശിവരാത്രി, ലോക മഹാശിവരാത്രി നമുക്കൊക്കെ സമ്മാനിച്ചത് ആരാണ്? നിങ്ങളെല്ലാവരും പറയും ഭഗവാൻ ശിവൻ അവരുകൾ. ഒരിക്കലും ഞാൻ ആരാധിക്കുന്ന എൻ്റെ നാഗങ്ങളാണ്. അന്ന് വാസുകി എന്ന് പറയുന്ന അദ്ദേഹം ഛർദ്ദിച്ചു എന്നാണ്. ഛർദ്ദിക്കുന്നത് ഭക്ഷണമാണ്. അദ്ദേഹത്തിന്റെ പല്ലിൽ കൂടി ഒലിച്ചു വന്ന വെനം, ആ മന്ദരപർവ്വതം ചുറ്റി വലിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതയെ കൂടി പല്ലിൽ കൂടി ഒലിച്ചു വന്ന, നിങ്ങളൊക്കെ പറയുന്നത് വിഷമെന്നാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ പാമ്പുകൾക്ക് വിഷമുണ്ട്, കാളകൂടെ വിഷമെന്ന് പറയുന്നത് ആ ഗ്രന്ഥത്തിൽ തിരുത്തേണ്ടത്. വിഷമാണോ അത് അമൃതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടല്ലേ ലോകത്തിലെ ആദ്യത്തെ മെസ്സേജ് ഭഗവാൻ ശിവൻ അവர்கள் കൊടുത്തത്? അദ്ദേഹത്തിന്റെ പല്ലിൽ നിന്ന് ഒലിച്ചു വന്ന വെനം തറയിൽ, അന്ന് അദ്ദേഹത്തിന്റെ ഒരു പാനപാത്രമില്ല, അദ്ദേഹം പെട്ടെന്ന് കൈകളിൽ ഏറ്റുവാങ്ങി. അതിന്റെ മെസ്സേജ് എന്താണ്? ഇത് താഴെ വീഴരുത് എന്നുള്ളതാണ്. തറയിൽ വീണാൽ അത് കേടായി പോകും. പിന്നെ അദ്ദേഹം കുടിച്ചു കാണിച്ചു. അന്ന് നമുക്ക് ഫ്രീസറുകളില്ല, അന്ന് നമുക്ക് ശവപ്പെട്ടികളില്ല, ഫ്രിഡ്ജുകളില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം കുടിച്ചു കാണിച്ച് സേവ് ചെയ്യുക, ഉള്ളിലേക്ക് സൂക്ഷിക്കുക. അതാണ് കുടിച്ചു കാണിച്ചത്. അപ്പോഴാണ് നമ്മളൊക്കെ പറയുന്നത് എന്താ, അപ്പം പാർവതി ദേവി വിചാരിച്ചു ഭഗവാൻ മരിച്ചു പോകും. അദ്ദേഹം ഒരു പ്രാവശ്യം കുടിച്ചപ്പോൾ എനിക്ക് തോന്നി, ഭഗവാൻ ശിവൻ അവർക്ക് പാമ്പിന്റെ വനം കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിച്ചുകൂടാ? എന്തുകൊണ്ട് എനിക്ക് കഴിച്ചുകൂടാ? അങ്ങനെ ഞാൻ 919 പ്രാവശ്യം, നിങ്ങൾക്കറിയാം ഗണേശ് സാറിന്റെ TV പരിപാടിയിൽ, മണിയമ്പള രാജു സാറിന്റെ TV പരിപാടിയിലൊക്കെ ഞാൻ പാമ്പിന്റെ വനം, കിങ് കോബ്ര ഉൾപ്പെടെയുള്ള പാമ്പുകളുടെ വനമെടുത്ത് കുടിച്ച് ഞാൻ നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ എനിക്ക് കഴിഞ്ഞു. 919 പ്രാവശ്യം. പാമ്പ് എന്ന് പറയുന്നത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അതിഥികളിൽ നിന്ന് എനിക്ക് ഏകദേശം 4000-ലേറെ കടികൾ വാങ്ങാൻ കഴിഞ്ഞു. അതിൽ 399 പ്രാവശ്യം മാത്രമേ നമ്മുടെ ആരാധിക്കുന്ന സർപ്പം എന്ന് പറയുന്ന അതിഥിയുടെയും അതുപോലെ അണലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയൊക്കെ കടികൾ വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ 16 പ്രാവശ്യം മാത്രമേ സീരിയസ് ആയി കിടക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. 4 പ്രാവശ്യം മാത്രമേ വെന്റിലേറ്ററിൽ കിടക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്ന്, ഓരോ കടികെട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ സാധനങ്ങൾ ഞാൻ ഒഴിവാക്കും. ആദ്യത്തെ കടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മത്സ്യ, കൂർവ, വരാഹ ഇതെല്ലാം ഭഗവാന്റെ സാന്നിധ്യമുള്ള സാധനങ്ങൾ. ആദ്യം അതിനെ ജീവിതത്തിൽ നിന്ന് ഞാൻ അങ്ങ് ഒഴിവാക്കി, എൻ്റെ ചെറുപ്പം മുതൽ. അപ്പോൾ അതിനെ ആദ്യം ഒഴിവാക്കി. അവസാനം ഇപ്പം ഞാൻ വിചാരിച്ചു പശു നമുക്ക് തരുന്നില്ല. അതിൽ എൻ്റെ വീട്ടിൽ പശുവുണ്ട്, ഇപ്പോഴും പശുവുണ്ട്. പാല് കറക്കുന്ന ആൾ രാവിലെ 4 മണിക്ക് വന്നിട്ട് പാവം പശുവിനെ 2 അടി, എന്നിട്ട് അതിൻ്റെ വാല് പിടിച്ച് കാലിൽ കെട്ടിയിടും. എന്തിനോട് ചാണാമോ അതിൻ്റെ മൂത്രമോ ദേഹത്തടിക്കും എന്ന് വിചാരിച്ച് ആ വാല് പിടിച്ച് അതിൽ കെട്ടിയിടും. എന്നിട്ട് അതിനെ പീഡിപ്പിച്ചാണ് നമ്മൾ കറന്നെടുക്കുന്നത്. അത് നമുക്ക് സന്തോഷത്തോടെ തരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് കുടിക്കാൻ അർഹതയുള്ള സാധനമല്ല. അപ്പം ഞാൻ ജീവിതത്തിൽ നിന്ന് അതും ഒഴിവാക്കി. അപ്പം ഞാൻ നമ്മൾ പീഡിപ്പിച്ച് അതിനെ വേദനിപ്പിച്ച് എടുക്കുന്ന ഒരു സാധനമാണ് പാല്. അത് നമുക്ക് തരുന്ന കുടിച്ചോ, അല്ലെങ്കിൽ പാല് കുടിച്ചോ എന്ന് ഏതെങ്കിലും പശു തരുന്നുണ്ടോ? ഇല്ല. നമ്മളതിനെ പിടിച്ച് കഴുത്തിൽ മൂക്കിൽ കൂടെ ചണവിട്ട് കെട്ടി അതിനെ പിടിച്ച് ചേർത്ത് വെച്ച് വളരെ ദയനീയമായിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ എന്താ പറയുക, വേലുപ്പിള്ളി ശ്രീധർമ്മ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ എനിക്ക് അറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വൈകില്ലെങ്കിൽ ഒരുപാട് പറയാനുണ്ടായിരുന്നു, ഒത്തിരി സംസാരിക്കണം. അതിനേക്കാളുപരി ഞാൻ വിചാരിച്ചു ഞാൻ വന്നപ്പോൾ നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ചും ആരാധനകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാറായിരിക്കും ഒരുപാട് സംസാരിക്കും. ഞാൻ നോക്കിയാൽ വളരെ കുറച്ച് സമയം കൊണ്ട് പഞ്ചായത്തിലുള്ള 3 പഞ്ചായത്തിൻ്റെ 4 പഞ്ചായത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പുള്ളിക്കാരൻ പറഞ്ഞു എന്നുള്ളത് കാണാപ്പാടമാക്കി വെച്ചിട്ടുണ്ടോ, എന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് 4 പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. 3 പഞ്ചായത്ത് അല്ലേ, പെട്ടെന്ന് കാടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. ഇതെല്ലാം സൂപ്പർ. അപ്പം നിങ്ങൾക്ക് അത്രയ്ക്ക് ഈ കരക്കാരുമായിട്ട് ആത്മബന്ധമുണ്ട്, ഓരോ വീടുകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. അതാണ് എനിക്കുള്ളത്. എൻ്റെ എൻ്റെ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു പുതിയ ആൾക്കാരൊന്നും ഞാൻ അന്വേഷിക്കുമ്പോൾ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എവിടെ ജോലി ചെയ്യുന്നു, എവിടെ താമസിക്കുന്നു, വാടകയ്ക്കാണോ, വാങ്ങിയതാണോ, ഒറ്റയ്ക്കാണോ എന്നൊക്കെ അന്വേഷിക്കാം. ഞാനത് അന്വേഷിക്കാം, നിങ്ങൾക്കും അന്വേഷിക്കാം. കാരണം നിങ്ങൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് വന്ന് നോക്കുക. എൻ്റെ വീടിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ 205 ഏക്കർ CTCR കിഴങ്ങ് ഗവേഷണ കേന്ദ്രമാണ്. അത് കഴിഞ്ഞാൽ എന്താ പറയുക 55 ഏക്കർ 65 ഏക്കർ ലയോള കോളേജിൻ്റെ പറമ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിജനമായ സ്ഥലം, അവിടെ മുഴുവനും വേസ്റ്റിൻ്റെ ഒരു തരംഗമായിരുന്നു ഒരിടയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഭഗവാൻ എനിക്ക് തന്ന കളർ ഉപയോഗപ്പെടുത്തുക. ഭഗവാൻ എനിക്ക് തന്ന കളർ രാത്രി ആകുമ്പോൾ 2 മണി 1 മണിയാകുമ്പോൾ എയർഫോഴ്സിൽ താമസിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ആക്റ്റീവിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കിറ്റ് കൊണ്ട് ഒരു 90 വയസ്സുള്ള പുള്ളിയുടെ വീട് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ട് വെച്ചിട്ട് പോകും. അപ്പം ഞാൻ വെച്ച് ഇതിനൊരു അറുതി ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ഷർട്ടൊന്നും ഇടാതെ ഇട്ടില്ല. അല്ല, ഷർട്ടൊക്കെ ഇട്ടിട്ട് കറുത്ത പാൻറ്റ് മാത്രം ഇട്ടുകൊണ്ട് ഇവർ ചവറ് കൊണ്ട് വെക്കുന്ന സ്ഥലത്ത് പോയി ഇങ്ങനെ പാത്തിരിക്കും. ഇവർ ബൈക്കിൽ ചപ്പുണ്ട്, കാട്ടിനിടെ പാത്തിരിക്കുമ്പോൾ ഇവർ ബൈക്കിൽ ഇങ്ങനെ ഒന്ന് ഫോൺ വിളിച്ചുകൊണ്ട് വന്ന്, ഫോൺ വിളിക്കുന്നതല്ല, വിളിച്ചുകൊണ്ട് വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് പതുക്കെ കിറ്റ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഞാൻ 2 കൈ
കൈയും കൊണ്ട് കിറ്റ് ഇങ്ങനെ വാങ്ങും ചപ്പിനകത്തുനിന്ന്. എന്നിട്ട് കിറ്റ് ഇങ്ങനെ പൊക്കിയിട്ട് ഞാൻ ഇരുട്ടത്തിരുന്നുണ്ട് ഒരു ശരിയാ പാവപ്പെട്ടവൻ പേടിച്ച് ആക്സിലേറ്ററിൽ ഇരിക്കുകയല്ലേ കൈ, ആക്സിലേറ്റർ കൂടിയിട്ട് നേരെ CTCRയുടെ മതിലിൽ പോയി ഇടിച്ച് 9 അപകടം ഉണ്ടായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ആദ്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. രണ്ടാമത് കേട്ടില്ലെങ്കിൽ അത് അവൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കും. അവൻ എത്തുന്നതിന് മുന്നേ അവൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കും. മൂന്നാമത് കേട്ടില്ലെങ്കിൽ അത് മുഴുവനും വിളിച്ച് അവൻ്റെ വീട്ടിൽ വിളിച്ചുണർത്തി അവൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് വെളിയിൽ കൊണ്ടുവന്നിട്ട് അതെല്ലാം പൊളിച്ച് അവൻ്റെ വീട്ടിനകത്തിട്ട് കൊടുക്കും. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഇപ്പം എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നുമില്ല, ഒരു വേസ്റ്റ് സാധനങ്ങളൊന്നുമില്ല, എല്ലാം ക്ലീന്. പിന്നെ രാത്രി ഒരു വണ്ടി കൊണ്ട് ഒതുക്കിയിട്ടിട്ട് കുറേ സമയം കിടക്കുമ്പോൾ ഞാൻ പോയി നോക്കും ആരാണ് എന്താണ് എന്തിനു വന്നു. അപ്പോൾ ഞാൻ പറയും കള്ള് ഓടിച്ചിട്ട് ചിലവിടെ കുപ്പി വെച്ചിട്ട് ആ കുപ്പി എടുത്ത് വണ്ടിയിൽ വെച്ച് തിരിച്ചു കൊണ്ടുപോകാൻ പറയും. അവിടെ വണ്ടി ഒതുക്കാൻ ഞാൻ സമ്മതിക്കട്ടെ. കാരണം വെച്ചാൽ നമ്മുടെ നാടാണ്, അത് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പം ഞാനത് ചോദ്യം ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ജീവിതരീതി. എന്തായാലും അമ്മ ഒക്കെ ഉണ്ട്, അമ്മയും സ്വയംഭരണത്തിൽ അമ്മയുണ്ട്. അമ്മയെ കണ്ടാലും അമ്മയ്ക്ക് ഇപ്പോൾ വയ്യുന്നില്ല. അമ്മ ഇപ്പോൾ ഇന്നും 10-83 വയസ്സ്. അമ്മ പുല്ലൊക്കെ പറിച്ച് സുഖമായിട്ട് പശുവിനെയൊക്കെ നോക്കി ജീവിക്കുന്നു. അച്ഛനുണ്ട്. അച്ഛന് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ പെട്ടെന്ന് എല്ലാവരും വരേണ്ടതാണ്, പെട്ടെന്നൊരു വയ്യായിക ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പണം. അന്നനാളത്തിൽ ക്യാൻസറാണ്, 4ാം സ്റ്റേജാണ്. എനിക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഓടി നടക്കുന്നു. നോക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു സേവനയിൽ നിന്ന് ഒരാളിനെ ഡെയിലി ശമ്പളത്തിന് വെച്ച് ഇങ്ങനെ അച്ഛനെ നോക്കി കൊണ്ടുവരുന്നു. ലോഡ്ജിലാണ് അച്ഛനെ താമസിപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ പരിസരം നിൽക്കുന്ന വീട് ചെറിയ ഓലയിട്ട വീടാണ്. അവിടെ നായും പൂച്ചയും കോഴിയും പയ്യും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുകയില്ല. ഞാനും 4 വർഷം കൊണ്ട് ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. മെഡിക്കൽ കോളേജ് ചാലക്കുടിയിൽ കൊച്ചി ലോഡ്ജിലെ റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ഇന്ന് പ്രശസ്തമായ ഒരു മെവൻ്റെയും കൂടി എത്തും. നാളെ ഞാൻ ലോഡ്ജ് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. കാരണം ലോഡ്ജിൽ നിന്ന് എന്നെ മാറാൻ പറഞ്ഞു. കാരണം ഞാൻ ലോഡ്ജിൽ ചെല്ലുമ്പോൾ ലോഡ്ജിലെല്ലാം ഫുൾ ആളായിരുന്നു. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ലോഡ്ജിൽ ഒരു റൂമിലും ആളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പിടിക്കുന്ന പാമ്പുകളെയൊക്കെ കാട്ടിൽ വിടുന്നവരെ കൊണ്ടുവയ്ക്കുന്നത് ആ റൂമിനകത്താണ്. അപ്പോൾ വരുന്നവരൊക്കെ അങ്ങനെ പേടിച്ച് പോയി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരുപാട് പറയാനുണ്ട്. അതൊന്നുമല്ല, ക്ഷേത്രങ്ങളെ പറ്റി ആരാധനയെ പറ്റി പറയാനൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ പ്രഗത്ഭന്മാർ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ വേലുപ്പള്ളി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൻ്റെ അന്നനാട് ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഈ 2025 2ാം മാസം ഫെബ്രുവരി 14-ാം തീയതി ഈ സായം സന്ധ്യയിൽ നിങ്ങളുടെ ഈ അവാർഡ് അവാർഡ് എന്നെ തീരുമാനിച്ച അവാർഡ് കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ അവാർഡിൽ ഞാനല്ല ഭാഗ്യവാൻ, മാഡം നിങ്ങളാണ്. ഒരു മകന് ജന്മം കൊടുത്ത അമ്മയ്ക്ക് മകൻ്റെ പേരിൽ ഒരു ആദരവ് വാങ്ങാൻ, ഒരു അവാർഡ് വാങ്ങാൻ ഒരു വേദിയിൽ വരണമെന്ന് അത് ലോകത്തിലെ ഏറ്റവും മഹത്തായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അമ്മ നിങ്ങളാണെന്ന് ഏറ്റവും വലിയ ഭാഗ്യവതി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ സന്തോഷം അത് നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല. വളരെ സന്തോഷം. അമ്മയുടെ മകൻ എൻ്റെ അന്വേഷണം പറഞ്ഞെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരുപാട് അറിയപ്പെടുന്ന ആളായി മാറട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് എന്ന് തന്നെ പറയാം. എനിക്ക് 52 വയസ്സായി. എൻ്റെ മോക്ക് 20 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. ഞങ്ങൾ ഒരുമിച്ചല്ല. മോക്ക് അത്ര വയസ്സേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മോളും ഒരുപാട് അറിയപ്പെടുന്ന ആളായി മാറട്ടെ. നിങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടണ്ടെന്ന് വിചാരിച്ചാൽ എനിക്കൊരു സിനിമ ഉണ്ടായിരുന്നു. അത് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ, ആ സിനിമയുടെ പേര് കാളമുണ്ടെന്നായിരുന്നു. പഴയകാല 500 വർഷം പഴക്കമുള്ളൊരു കഥയായിരുന്നു. അപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ അതിലോട്ട് എൻ്റെ ഗ്ലാമറിന് വേറെ സിനിമകൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊക്കെ വീട്ടിലിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഒരുപാട് നല്ല അവസരങ്ങൾ മോൾക്ക് ഉണ്ടാവട്ടെ. ലോകത്ത് ഇപ്പോഴും അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. ഇനി ഒരുപാട് അറിയപ്പെടുന്ന ആളായി മാറട്ടെ. ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയട്ടെ എന്ന് സർവീസ് നമ്മുടെ പ്രാർത്ഥിക്കും. അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട സാർ, കാരണം ഞാൻ ആഴ്ച പുള്ളി മിണ്ടാതെ പുറകെ പോയിരിക്കുന്നു. അതുപോലെ സുരേഷ് സാർ മനോരമയുടെ അവാർഡ് വാങ്ങിയത്, അതുപോലെ പുറകിൽ ആരും അറിയാതെ സേവനം ചെയ്യുന്നത് സത്യമാണ്. ഇന്നൊരു പൊതിച്ചോറ് കൊടുത്താൽ ഉടനെ യൂട്യൂബിലെടുത്ത് പൊതിച്ചോറ് എടുക്കുന്ന വീഡിയോ എടുത്തിരുന്ന കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മാതൃക ലോകത്ത് ഇതൊന്നും അല്ല. ഒരുപാട് അംഗീകാരങ്ങൾ അങ്ങേക്ക് കിട്ടട്ടെ. ഒരുപാട് നല്ല മനസ്സിന് ഉടമയായി മാറട്ടെ. ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അങ്ങേക്ക് കഴിയട്ടെ. അതിലുപരി യോഗാമാഷ്, അതുപോലെ അവാർഡ് വാങ്ങിയ നമ്മുടെ അമ്പലത്തിനെ ഉണർത്തുന്ന ആൾ മുഴുവൻ ആൾക്കാർക്ക്, അവരെ എല്ലാവർക്കും. അതിലമ്മ അമേരിക്കയിൽ വരണമെന്നൊക്കെ ഉണ്ടമ്മ. പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് പാസ്പോർട്ട് ഇല്ല, കിട്ടാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ഏജൊക്കെ കൂടുതലായി, ലാസ്റ്റ് കടിയോട് ഓർമ്മയൊക്കെ കുറഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു ഭാഗ്യമുണ്ടായത്, സ്വീഡനിൽ നിന്നൊരു ഇപ്പോൾ രാജവമ്പാല കഴിഞ്ഞ വർഷം വെളിയിൽ ചാടിപ്പോയിട്ട് 3 മാസമായി. പാർക്കിൽ നിന്ന് ഇപ്പോൾ സൂ അതോറിറ്റിയിൽ നിന്ന് പോയത് ആരും അറിഞ്ഞില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ആ രാജവമ്പാല എൻ്റെ ഒരു അവസരം ഇല്ലാതാക്കി കളഞ്ഞു. കാരണം എന്താ പറയുക, നമ്മുടെ ആ കരിനാഗം രാജവമ്പാലയുടെ മലയാളം ഭാരതത്തിലെ രാജവമ്പാലയുടെ പേരറിയാമോ നിങ്ങൾക്ക്? നിങ്ങളെല്ലാം വിശ്വാസികളാണ്. രാജവമ്പാലയുടെ ആദ്യത്തെ നാമം, സായിപ്പന്മാർ ഭാരതത്തിൽ വരുന്നതിന് മുന്നേയുള്ള നമ്മുടെ നാമം കൃഷ്ണ സർപ്പം എന്നായിരുന്നു. കിങ്കോബ്ര എന്നറിയപ്പെടുന്ന സർപ്പം എന്നറിയപ്പെടുന്നതിന്, കിങ്കോബ്ര എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ ആദ്യത്തെ ഭാരതത്തിലെ നാമം കൃഷ്ണ സർപ്പം എന്നായിരുന്നു. നമുക്ക് പഠിക്കാനില്ല, ഒന്നും അറിയില്ല.
നമുക്ക് പാഠപുസ്തകങ്ങൾ ഞാൻ തന്നെ ഒരുപാട് പഴയ പുസ്തകങ്ങളിൽ തന്നെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അമ്മ അതുകൊണ്ട് എന്നെ വിളിച്ച് അവർ റെഡിയായിരിക്കാൻ പറഞ്ഞു. വൈറ്റ് ഹൗസിൽ നിന്ന് വിളിച്ച് കണക്ട് ചെയ്ത് വരുന്നത് റെഡിയായിരിക്കാൻ പറഞ്ഞു. പോകാനൊക്കെ റെഡിയായി ബാഗൊക്കെ എടുത്തിരുന്ന സമയത്താണ് ഈ പാമ്പ് എൻ്റെ പേര് എവിടെ നിന്നോ കേട്ട് അന്ന് രാത്രി പോയി തിരിച്ച് കൂട്ടിക്കയറി. 2 മാസമായി പുറത്തുനിന്ന് പോയിട്ട് എൻ്റെ അങ്ങോട്ട് വരാനുള്ള അവസരവും കൂടി കളഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അമ്മയ്ക്ക് ഒരുപാട് എന്താ പറയുക ആയുരാരോഗ്യ സൗഖ്യങ്ങളിൽ നിന്ന് നാടിന് മാതൃകയാകുന്നവരാണ് നമുക്ക് നാടിന് ആവശ്യം. അവരൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അങ്ങയുടെ മക്കളൊക്കെ ഒരുപാട് നല്ല മേഖലയിൽ എത്തട്ടെ എന്ന് സർവീസിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിലുപരി ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാലിൻ്റെ പ്രശ്നമുള്ള സാറിനെ കണ്ടു, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. അങ്ങേക്കും എല്ലാവരും നന്മ ഐശ്വര്യമുണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു മുഴുവൻ പേർ. കാരണം ഈ പ്രോഗ്രാം വന്ന് അവാർഡൊന്നും വാങ്ങുന്നൊന്നും വലിയ കാര്യമില്ല, നിങ്ങളാണ് വലിയ കാര്യം. നിങ്ങളുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇതുപോലെ അവാർഡ് സന്ധ്യ ചെയ്യാൻ പറ്റുന്നത്. ജനങ്ങളില്ലെങ്കിൽ പിന്നെ എന്താ അവാർഡ് സന്ധ്യ? നിങ്ങൾ 3-4 പേര് വന്നിരുന്നാൽ ഞങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ വെറുതെ ഈ ആളില്ലല്ലോ എന്ന് വിചാരിക്കും. നിങ്ങൾ ഇത്രയും നല്ല സാന്നിധ്യമുള്ളൂ. ഞാൻ വന്നപ്പോൾ അവിടെ എല്ലാം മുഴുവനും വണ്ടി വാഹനങ്ങളും ഒന്ന് നിറഞ്ഞിരിക്കുന്നു. നല്ല ആളുകളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒന്നും പറയുന്നില്ല. ലൈവ് എനിക്ക് മിക്കവാറും അടികിട്ടാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്കാണെങ്കിൽ ഇത്രയും സമയം ആരും വന്നിരിക്കാറില്ല. വന്നിരിക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് പുറകിൽ ക്യൂ തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. എങ്കിൽ അവർ നേരെ അവിടെ പോകും. ഭഗവാന്റെ മുന്നിൽ ദീപാരാധന സമയത്ത് തൊഴാൻ നിൽക്കുന്നതിനേക്കാളും ആൾക്കാരുടെ തല്ല് അന്നദാനം നടക്കുന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്താണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും അതൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ട് അതൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നിങ്ങൾ വിശ്വാസികളാണെന്നാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഇവിടെ ഈ തൃശ്ശൂർ, അല്ലെങ്കിൽ തൃശ്ശൂരാൻ വിശ്വാസികളാണ്, ആനപ്രേമികളും വിശ്വാസികളും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുടുംബാംഗങ്ങൾക്ക് എല്ലാം നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരി ഞാൻ എല്ലാം കൊറോണയിൽ 1 മാസം കിടന്നു. കൊറോണ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ഉമ്മയിൽ കൂടിയാണ് എനിക്ക് കൊറോണ കിട്ടിയത്. ഞാൻ പാമ്പിനെ പിടിക്കാൻ പോയ സമയത്ത് എല്ലാ ജില്ലയിലും, നിങ്ങളുടെ ജില്ലയിലും ഞാൻ വന്നു കിറ്റുമായിട്ട്. ഞാൻ ഒരു പൈസയും പിരിക്കാതെ കൊറോണ സമയത്ത് ഞാൻ 6-7 ജില്ല സഞ്ചരിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, നിങ്ങളുടെ എന്താ പറയുക തൃശ്ശൂർ, എറണാകുളം, ഇങ്ങനെയൊക്കെയുള്ള ജില്ലകളിൽ എൻ്റെ കഷ്ടപ്പെടുന്ന പൈസയിൽ നിന്ന് ഞാൻ ഡെയിലി 100-200 ഇങ്ങനെ കിറ്റുകൾ ശേഖരിച്ച് ഇങ്ങനെ അന്വേഷിച്ച് കിട്ടാത്ത വീടുകളിലൊക്കെ ഞാൻ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ സമയത്ത് ആയൂരിൽ നിന്നൊരു പാമ്പിനെ പിടിക്കാൻ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നല്ല പാമ്പായിട്ട് നിങ്ങൾ കള്ളവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. പുള്ളി ഓടി വന്ന് എനിക്കൊരു ഉമ്മ തന്നു. എനിക്ക് 3ന്റെ ചുമ വന്നു. 4ന്റെ ഞാൻ വെന്റിലേറ്ററിലായി. 1 മാസം ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള ഭാഗ്യം കൂടി ആ ചെറുപ്പക്കാരൻ തന്നു എന്നുള്ളതാണ്. അതിലുപരി എന്തായാലും വളരെ സന്തോഷം. നിങ്ങൾക്കാർക്കും ലോകത്ത് ഒരിടത്തും ഒരു ദുരിതമുണ്ട്. ഞാൻ അറിയാം, ഓഖി എന്ന് പറഞ്ഞ സാധനം കടലിലുണ്ടായ സമയത്ത് ഞാൻ അവിടെ സന്ദർശിച്ച ആളാണ്. അങ്ങനെ ഒരുപാട് കൊറോണ സമയത്തും അല്ല പ്രളയ സമയത്തൊക്കെ ഞാൻ എൻ്റെ സാന്നിധ്യം എല്ലായിടത്തും അറിയിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദുരിതവും ലോകത്തൊരിടത്തും ആർക്കും വരാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസമായി ലോക സമസ്ത സുഖനോ ഭവന്തി, ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കട്ടെ. ഒരാളിനും കഷ്ടത ഉണ്ടാവാതിരിക്കട്ടെ, ഒരാളിനും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നിമിഷങ്ങൾ നേർന്നുകൊണ്ട്, നല്ല മണിക്കൂറുകൾ നേർന്നുകൊണ്ട്, ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട്, നല്ല ആഴ്ച അഥവാ നല്ല മാസം അഥവാ നല്ല വർഷം അഥവാ നല്ല കാലം നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു സായാഹ്നം നേർന്നുകൊണ്ട്, രാത്രി നേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശാന്തിയുടെയും സമാധാനത്തിന്റെ മനസ്സിന് തൃപ്തിയായ ഒരു ഉറക്കം, അതായത് നല്ലൊരു ഉറക്കം ഉണ്ടാവട്ടെ, നല്ല ശാന്തിയിൽ നിങ്ങൾക്ക് ആലസ്യം ഉണ്ടാവട്ടെ, നിങ്ങൾക്കൊരു ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭ രാത്രി നേർന്നുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. പ്രത്യേകിച്ച് അവാർഡിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. നമസ്തേ.